എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനെ കുറിച്ചാണ്. കാരണം നമ്മൾ ഒരു വീഡിയോ പല ആളുകളും ചിലപ്പോൾ കുറേ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ, എന്നിട്ടും വ്യൂവേഴ്സ് ഇല്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നേരിടുന്ന പല ആളുകളുണ്ടാവും. അപ്പോൾ ഒരു വീഡിയോ വൈറലാവുക അല്ലെങ്കിൽ ഒരു ചാനൽ ക്ലിക്കായിട്ടൊക്കെ വരണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിരന്തരം നമ്മൾ വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടായിക്കണമെന്നില്ല. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു 5-6 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പും കുറച്ച് വീഡിയോകളൊക്കെ അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൽ ഒരു കാര്യം മാത്രമാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് നമ്മൾ സ്പെഷ്യലായിട്ട് പറയുന്നത്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ഏരിയയാണ്. ഡിസ്ക്രിപ്ഷൻ, ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യണം, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ സെർച്ചിൽ വരുന്ന രീതിയിൽ നമുക്ക് കുറച്ച് കീവേഡ്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ അടിപൊളിയാക്കാം എന്നാണ് നമ്മളിത് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ ടൈറ്റിൽ എന്താണോ കൊടുക്കുന്നത്. എല്ലാ സമയത്തും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ബക്കറ്റ് ചിക്കൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ബക്കറ്റ് ചിക്കൻ ട്രെൻഡിങ് ആയിട്ടുള്ള സമയത്ത് ആ ട്രെൻഡിങ് ടോപ്പിക്കുകൾ, ഇപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കനെ കുറിച്ചുള്ള വീഡിയോകൾ ട്രെൻഡിങ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഇടുന്ന സമയത്ത് പെട്ടെന്ന് വ്യൂവേഴ്സും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ ബക്കറ്റ് ചിക്കനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഹൗ ടു മേക്ക് ബക്കറ്റ് ചിക്കൻ എന്ന് ഞാൻ എന്ത് ചെയ്തു, ടൈറ്റിൽ കൊടുത്തു. ഇപ്പോൾ ജസ്റ്റ് വെറുതെ മലയാളം എന്ന് കൊടുത്തു. കാരണം ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന പല ആൾക്കാരും ചിലപ്പോൾ എല്ലാവരും ഹൗ ടു എന്നൊന്നും കീവേഡ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കില്ല സെർച്ച് ചെയ്യുക. അപ്പോൾ ആ ബക്കറ്റ് ചിക്കനെ കുറിച്ച് കണ്ട് സെർച്ച് ചെയ്യുന്ന ഒരാൾ തന്നെ ബക്കറ്റ് ചിക്കൻ മലയാളം എന്നൊക്കെ ഈ കാര്യം സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ടൈറ്റിലിൽ ഇപ്പോൾ മലയാളം എന്ന് ബക്കറ്റ് ചിക്കൻ, ഹൗ ടു മേക്ക് ബക്കറ്റ് ചിക്കൻ, പിന്നെ നമ്മൾ മലയാളം ഒന്നുകൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മലയാളം ബക്കറ്റ് ചിക്കൻ മലയാളം എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീഡിയോ മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മലയാളം എന്നുള്ള ഒരു കീവേഡൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ടൈറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം ഇംഗ്ലീഷ് ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത്, പിന്നെ എല്ലാ സമയത്തും കൂടുതലും ഇംഗ്ലീഷ് ടൈറ്റിലുകൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അതാണ് നമുക്ക് കൂടുതൽ സെർച്ചിൽ വരാനുള്ള സാധ്യതയും. പിന്നെ നമുക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ക്വാളിറ്റിയുള്ള ആഡുകൾ നമ്മളെ വീഡിയോയിൽ കാണിക്കാനും സാധ്യതയില്ല. മലയാളം ടൈറ്റിലാണെങ്കിൽ നമുക്ക് ഏണിങ്സ്, റവന്യൂ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഹൗ ടു മേക്ക് ബക്കറ്റ് ചിക്കൻ എന്നുള്ള ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തു. അപ്പോൾ അതേ ടൈറ്റിൽ നിങ്ങൾ എന്ത് ടൈറ്റിലാണോ കൊടുക്കുന്നത് അതേ ടൈറ്റിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അതേ ഒരു ടൈറ്റിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലിങ്കുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വേറെ എന്തെങ്കിലും ലിങ്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്കുകൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കോ അങ്ങനെ നിങ്ങൾ വെബ്സൈറ്റിൻ്റെ ലിങ്കോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ബക്കറ്റ് ചിക്കനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ബക്കറ്റ് ചിക്കനെ കുറിച്ചുള്ള നമ്മളൊരു എന്താ പറയുക, ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ബ്ലോഗിൽ നമ്മൾ എഴുതുന്ന പോലെ, ഒരു ബ്ലോഗ് എഴുതുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വേർഡ്സുകൾ അതിനെക്കുറിച്ച് കണ്ട് എഴുതിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നമുക്ക് ഏകദേശം 5000 വേർഡ്സാണ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കുക. അപ്പോൾ 5000 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതിനും താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ്, നിങ്ങളെ ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം, നിങ്ങളെ ഫോൺ നമ്പർ, വാട്സാപ്പ് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് കുറച്ച് പ്രൊഫഷണലായ രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഹാഷ്ടാഗും അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പല ആളുകളും വീഡിയോ കാണുന്ന സമയത്ത്, പല വീഡിയോകളും നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഹാഷ്ടാഗിൽ, ഇപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കൻ തന്നെ ഉദാഹരണത്തിന് എടുക്കണം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാഷ്ടാഗ് ഇട്ടതിന് ശേഷം നമ്മൾ ബക്കറ്റ് ചിക്കൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലിന് നേരെ താഴെ ബക്കറ്റ് ചിക്കൻ എന്ന് ഹാഷ്ടാഗിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ 3 ഹാഷ്ടാഗുകൾ നമുക്കൊരു വീഡിയോക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതും ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ്റെ ലാസ്റ്റ് ഭാഗത്താണ്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് 2-3 വരെ നിങ്ങൾക്ക് മാക്സിമം അത് 3 വേർഡുകൾ, അതായത് ഇപ്പോൾ നിങ്ങൾ ബക്കറ്റ് ചിക്കൻ അല്ലെങ്കിൽ ഹാഷ്ടാഗ് ഇട്ടിട്ട് ഹൗ ടു മേക്ക് ബക്കറ്റ് ചിക്കൻ അങ്ങനെയുള്ള ഒരു ഹാഷ്ടാഗുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ താഴെ ഹാഷ്ടാഗിൽ ആ ഒരു ഹാഷ്ടാഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷനിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ബക്കറ്റ് ചിക്കനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളെ വീഡിയോ
അതായത് നിങ്ങൾ മുന്നിലേക്ക് സെർച്ചിൽ മുന്നിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ യൂട്യൂബ് പെട്ടെന്ന് അനലൈസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ടൈറ്റിൽ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കീവേഡുകൾ നമ്മുടെ ഇപ്പോൾ നമ്മളതിനെക്കുറിച്ചുള്ള ബക്കറ്റ് ചിക്കനെ കുറിച്ചുള്ള ഒരുപാട് കീവേഡ് കുറേ വേർഡ്സൊക്കെ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോ സെർച്ചിൽ മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ടൈറ്റിലിൻ്റെ ഒരു പാർട്ട്, ഒരു ടൈറ്റിലിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ആ ടൈറ്റിൽ എന്താ കൊടുത്തുള്ളത് അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ലിങ്കുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രീവിയസ് വീഡിയോസ്, നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ അതായത് യൂട്യൂബിൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ മുന്നേ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാണ്, വേറെ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളെങ്ങനെ ബ്രോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ ആ ബ്രോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ടൈപ്പ് ചെയ്തിടാം. അതായത് നിങ്ങൾ ഹൗ ടു മേക്ക് ബ്രോസ്റ്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോൻ്റെ ലിങ്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ച് നോക്കുന്ന ഒരാൾ, നിങ്ങൾ വീഡിയോ ഒരാൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കുന്ന സമയത്ത് അയാൾക്ക് ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ വാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ വാച്ചിങ്, അതായത് മാത്രമല്ല എന്താവും, നിങ്ങളുടെ വീഡിയോക്ക് കൂടുതൽ വാച്ച് ടൈം കിട്ടും, മാത്രമല്ല വ്യൂവേഴ്സ് കൂടും. വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. വളരെ ചെറുതായിട്ടുള്ള നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, കാരണം ഇപ്പോൾ ഒരു 50 വീഡിയോ ചാനലിലിട്ട ഡിസ്ക്രിപ്ഷൻ ഒന്നും മര്യാദയ്ക്ക് എന്താ പറയുക ഡീസൻ്റായ രീതിയിൽ നല്ല ഒരു പെർഫെക്റ്റ് രീതിയിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എഴുതാതെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഒരു പക്ഷേ സജഷനിലൊന്നും വരാനുള്ള സാധ്യതയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഏരിയ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ എന്താ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും അതേപോലെ തന്നെ നമ്മുടെ തമ്പനയിലൊക്കെ അടിപൊളിയായിട്ട് വീഡിയോ ഇട്ടു. പക്ഷെ നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടു, പിന്നെ അടുത്ത മാസമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വീഡിയോ വൈറലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള, അതായത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ സെർച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടെ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ നോട്ടിഫിക്കേഷൻ ബാർ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്